ഈ വർഷത്തെ കാസർഗോഡ് ജില്ലാതല കേരളോത്സവം ഡിസംബർ 27-28 തീയതികളിൽ വിദ്യാനഗറിലെ കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ നടക്കും. കലാകായിക വിഭാഗങ്ങളിലായി 5000-ഓളം താരങ്ങളാണ് ഇത്തവണ മത്സരങ്ങളിൽ മാറ്റുരയ്ക്കുന്നതെന്ന് അധികൃതർ അറിയിച്ചു. This news sponsored by Forever for everyone. Shobhika Weddings, Big Mall, Kanjangad, Kozhikode, Koilandi and Kutyadi. കലാകായിക സാംസ്കാരിക മേഖലയിൽ യുവജനങ്ങളുടെ കഴിവുകൾ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡിന്റെ നേതൃത്വത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പുകളുടെ സഹകരണത്തോടെ വർഷം തോറും കേരളോത്സവങ്ങൾ നടത്തിവരുന്നത്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ യുവജനങ്ങൾ പങ്കെടുക്കുന്ന കലാകായിക സാംസ്കാരിക സംഗമവേദിയായ കേരളോത്സവത്തിലെ വിജയികളെ സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് നടത്താറുള്ള ദേശീയ യുവജനോത്സവത്തിലും പങ്കെടുപ്പിക്കാറുണ്ട്. ഇതിനു മുന്നോടിയായുള്ള കാസർഗോഡ് ജില്ലാതല കേരളോത്സവമാണ് ഡിസംബർ 28-29 തീയതികളിൽ വിദ്യാനഗറിലെ കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ വെച്ച് നടത്തുന്നത്. കലാമത്സരങ്ങൾ 28-29 തീയതികളിലായി കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ വെച്ചാണ് നടക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഉദ്ഘാടന പരിപാടി അന്നേ ദിവസം 2 മണിക്ക് ബഹുമാനായ മന്ത്രി ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. ആ പരിപാടിയിൽ ജില്ലയിലെ MLA ഉൾപ്പെടെ അധ്യക്ഷസ്ഥാനം അലങ്കരിക്കുന്നത് ശ്രീ NA നെല്ലിക്കുന്നാണ്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്വാഗതം പറയും. രാജഗോപാലേട്ടൻ, CH കുഞ്ഞമ്പു, നമ്മുടെ കലക്ടർ ഇമ്പശേഖർ ഉൾപ്പെടെയുള്ള പ്രമുഖ വ്യക്തിത്വങ്ങൾ ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുക്കും. 28-ാം തീയതി മുഖ്യമായി നടക്കുന്നത് ഓഫ് സ്റ്റേജ് ഇനങ്ങളാണ്. 29-ാം തീയതി വൈകുന്നേരം 5 മണിക്കാണ് ഇതിൻ്റെ സമാപന ഉദ്ഘാടനം ബഹുമാനായ കാനങ്ങാട് MLA ചന്ദ്രശേഖരനാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. 65 ഇനം കലാമത്സരങ്ങളിലും 13 ഇനം അത്ലറ്റിക്സിലും 12 ഇനം ഗെയിംസിലുമായി 5000-ഓളം താരങ്ങൾ ഇത്തവണ കേരളോത്സവത്തിൽ മാറ്റുരയ്ക്കുമെന്ന് അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലും വിജയികളാകുന്നവർക്ക് സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് പ്രൈസ് മണിയും നൽകുന്നുണ്ട്. കൂടാതെ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന ക്ലബ്ബുകൾക്കും ബ്ലോക്ക് തലം മുതൽ സംസ്ഥാന തലം വരെ പ്രൈസ് മണിയുണ്ട്. ജില്ലാതലത്തിൽ പ്രൈസ് മണി 750, 500, 300 ആണ്. കൂടാതെ നമ്മൾ ബ്ലോക്ക് തലം മുതൽ വിജയികളാവുന്ന ക്ലബ്ബുകൾക്ക് ഏറ്റവും കൂടുതൽ ക്ലബ്ബുകളാണ് ഇതിൽ പങ്കെടുക്കുന്നത്. ക്ലബിൻ്റെ പ്രതിനിധികളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ വിജയികളാവുന്ന ക്ലബ്ബുകൾക്ക് സംസ്ഥാന തലത്തിൽ 1.5 ലക്ഷം രൂപയും, 2ാം സ്ഥാനം 75,000 രൂപയും, 3ാം സ്ഥാനം 50,000 രൂപയായിട്ടാണ് സംസ്ഥാനതല പ്രൈസ് മണി. ജില്ലാതലത്തിൽ അത് 25,000 രൂപ, 15,000 രൂപ, 10,000 രൂപയും, ബ്ലോക്ക് തലത്തിൽ വിജയികളാവുന്ന ക്ലബ്ബുകൾക്ക് 5,000, 3,000, 2,000 എന്നിങ്ങനെയാണ് സംസ്ഥാന സർക്കാർ അനുവദിച്ചിരിക്കുന്നത്. ഇപ്പോൾ നിലവിലുള്ളത് ആ ഒരു രീതിയിലാണ് പ്രൈസ് മണി നൽകുന്നത്. കാസർഗോഡ് പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് SN സരിത, ജില്ലാ യൂത്ത് പ്രോഗ്രാം ഓഫീസർ PC ഷീലാസ്, ജില്ലാ യൂത്ത് കോർഡിനേറ്റർ AV ശിവപ്രസാദ്, ജില്ലാ പഞ്ചായത്ത് ഫിനാൻസ് ഓഫീസർ MS ശബരീശൻ, ഫിനാൻസ് കമ്മിറ്റി ചെയർമാൻ TMA കരീം എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.